ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് എന്തുണ്ടെല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ആ ഫ്ലവർ ലീഫ് അല്ലെങ്കിൽ പിപ്സ് സ്റ്റോൺസ് എല്ലാം കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്ന എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കുന്നത് നമ്മളിതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടൊരു സൂചി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി റോസ് ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് ഒരു 3 ഫ്ലവർ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ലീഫ്, അതുപോലെ ഒരു പിപ്സ്, പിന്നെ സ്റ്റോൺസോ ബീഡ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് എടുക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ഫ്ലവർ വെക്കുന്നതിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു വാവാളുടെ ഡ്രസ്സിലൊക്കെ ഷോ ബട്ടനായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മേക്ക് ചെയ്തിട്ട് ഹെയർ ബോയിലോട്ടോ ഹെയർ ബണ്ടിലോട്ടോ ഹെയർ ക്ലിപ്പിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ മാത്രമായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാറുണ്ടല്ലോ. സ്റ്റിച്ചിങ്ങിലൊക്കെ നമുക്ക് ഇതുപോലെ ഷോ ബട്ടൺസ് യൂസ് ചെയ്യാറുണ്ട്. ലേസുകളൊക്കെ വയ്ക്കുന്ന പോലെ നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹെയർ ബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോം ഫ്ലവറൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതും സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് 1 ഇഞ്ചിൻ്റെ ഡോട്ടഡ് റിബൺ ആണ്. ഓർഗൻസ ഡോട്ടഡ് റിബൺ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ശരിക്കും ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ അത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് തന്നെ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റോൺസൊക്കെ വെച്ച് കൊടുക്കണം. ബീഡ്സോ സ്റ്റോൺസോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ കളറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്ലവർ മേക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലീഫൊക്കെ നമുക്ക് ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ആക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ നോക്കിയിട്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കാണിക്കുന്ന വർക്കുകൾ ചെയ്യാനുള്ള പ്രോഡക്റ്റുകളൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇതുപോലെ സ്റ്റോൺസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി പറയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലും കൂടി നമുക്ക് ഇതേ സ്റ്റോൺ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ കളർ സ്റ്റോൺ മാറ്റിയിട്ട് കുറച്ചും കൂടി ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്കും ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്യാം. ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു റിബണിൽ കട്ട് കൊള്ളാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള കുഞ്ഞൻ കത്രിക യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങും പരിപാടികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കത്രിക യൂസ് ചെയ്ത് അതങ്ങ് അതാണ് കുറച്ചും കൂടി എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കത്രിക യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി കത്രിക, നല്ല മൂർച്ചയുള്ള ഒരു കുട്ടി കത്രിക യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിത് ബോയിലോട്ട് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി തവണ നമ്മൾ ബോയിലോട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ. നമുക്ക് കുഞ്ഞുവാവാളുടെ ഡ്രസ്സിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റിൻ്റെ ഭാഗത്തോ അല്ലാന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗത്തോ ഒക്കെ വെച്ച് കൊടുക്കാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബോയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്പിലാണെങ്കിലും ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ഒട്ടിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.